ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഖിൽ ലാലി ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഇതാണ്, മെക്കാനിക്കലിൻ്റെ പേപ്പറാണ്. നമുക്ക് ഫസ്റ്റ് സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ്, എവല്യൂഷൻ ഓഫ് മോഡേൺ കൺസെപ്റ്റ് ഇൻ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ്, ഫങ്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ്, ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ്, product development, research design function, objectives of design, manufacturing versus purchase economic aspects, CVP analysis, simple problems, development of designs, prototype, production and testing, human factors in design, value engineering. Contents നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എവല്യൂഷൻ ഓഫ് മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും റിസർച്ചിനെയും പറ്റി, ഡിസൈൻ ഫങ്ഷൻ, ഒബ്ജക്റ്റീവ് ഡിസൈൻ, മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എക്കണോമിക് ആസ്പെക്ട്, CVP അനാലിസിസ്, സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസൈൻസ്, പ്രോട്ടോടൈപ്പ്, പ്രൊഡക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ ഡിസൈൻ, വാല്യൂ എഞ്ചിനീയറിംഗ്. നമുക്കൊന്ന് തുടങ്ങിയാലോ. ഒന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നമുക്ക് നോക്കാം. എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്? നമ്മുടെ മെക്കാനിക്കലിൻ്റെയും ഒരു ബ്രാഞ്ചാണ്. നമുക്കൊന്ന് പ്രൊഡക്ഷൻ്റെയും കൂടി ബ്രാഞ്ചാണിത്. നമുക്കൊന്ന് പഠിച്ചിടാം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ദാറ്റ് കൺസേൺ ദ ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് ഓഫ് പീപ്പിൾ, knowledge, equipment, energy, material and process. Industrial engineering draws upon the principle and methods of engineering analysis and synthesis. അടുത്തതാണ്, it eliminates waste of time, money, materials, energy and other resources. പൈസ എല്ലാം ടൈം സമയം എലിമിനേറ്റ്സ് ദ വേസ്റ്റ് ഓഫ് ടൈമിൻ്റെ ഇത് നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് Industrial engineering is also known as operation management or production engineering, manufacturing engineering, and depending on the viewpoint or motives of the user. എന്ത് ചെയ്യാം, പല പോയിന്റുകൾ മാനുഫാക്ചറിങ്ങിൽ വരാം, പ്രൊഡക്ഷനിൽ വരാം, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലും വരാം, ഇങ്ങനെ പല കാര്യങ്ങളും വരാം. നമുക്കൊന്ന് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നോക്കിയാലോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കണ്ടോ? ഫസ്റ്റ് ജെയിംസ് വാട്ട് സ്റ്റീം എൻജിൻ കയറി. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ ആഡം സ്മിത്ത് 1764 ജെയിംസ് വാട്ട് സ്റ്റീം എൻജിൻ കയറി. 1776 ആഡം സ്മിത്ത് ഡിവിഷൻ ഓഫ് ലേബർ നടത്തി. 1998 വൈറ്റ്നി ഇൻചാർജബിൾ പാർട്സ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എറ കഴിഞ്ഞിരുന്നു 1800. അത് കഴിഞ്ഞിട്ട് ടൈം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈം സ്റ്റഡി വരുന്നു. എന്ത് ചെയ്യാം, അത് കഴിഞ്ഞ് ബാബേജ് വേജ് പേയ്മെൻറ്റ് ആൻഡ് സ്റ്റൈൽ, ബാബേജ് 1932 കയറുന്നു. പിന്നെ ടൈലർ 1910 സയൻറ്റിഫിക് മെത്തഡ്. ഇങ്ങനെ കുറേ അണ്ണന്മാർ ഇങ്ങനെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാഫാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ. ഇനി അടുത്തൊരുത്തനെയാണ് നമ്മൾ പഠിക്കുന്നത്, ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. നമുക്ക് നോക്കിയാലോ, നോക്കാം. ഫസ്റ്റത്തത് റിസർച്ച് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ടിവിറ്റി സയൻസ് കയറുന്നു. എന്നിട്ട് പ്രൊഡക്ടിവിറ്റി എഞ്ചിനീയറിംഗ് കയറുന്നു. പിന്നെ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. എന്നിട്ട് അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേറ്റർ, സൂപ്പർവൈസർ, എഞ്ചിനീയർ, മാനേജർ, ടോപ്പ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, റിവ്യൂ എന്ന് തിരിച്ച് പ്രൊഡക്ടിവിറ്റി സയൻസിലും വരും, റിസർച്ച് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും വരും. ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് വർക്ക് ടു മേക്ക് തിങ്സ് ബെറ്റർ, ബി ദ പ്രോസസ്, പ്രോഡക്ട്സ് ഓർ സിസ്റ്റംസ്. ടിപ്പിക്കൽ ഫോക്കസ് ഏരിയാസ് ഇൻക്ലൂഡ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റും വരാം, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, SCM സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മെഷർമെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി മെത്തേഡ്സ് ആൻഡ് പ്രോസസ് എഞ്ചിനീയറിംഗ്, ക്വാളിറ്റി മെഷർമെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്, പ്രോഗ്രാം മാനേജ്മെൻറ്റ്, എക്കണോമിക്സ്, ഹ്യൂമൻ ഫാക്ടേഴ്സ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ, സ്ട്രാറ്റജിക് പ്ലാനിങ്, മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സിമ്പിളാകാൻ ഫസ്റ്റ് നമ്മുടെ ഐഡിയ ജനറേഷൻ ചെയ്യുന്നു.
പിന്നെ അതിനെ സ്ക്രീൻ ചെയ്യുന്നു, അതിനെ പിന്നെ റിസർച്ച് നടത്തുന്നു, പിന്നെ ഒരു ഡിസൈൻ കൊടുക്കുന്നു, പിന്നെ ടെസ്റ്റിംഗ് നടത്തും, പിന്നെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ഐഡിയ ജനറേഷൻ, സ്ക്രീനിങ്, റിസർച്ച്, ഡിസൈൻ, ടെസ്റ്റിംഗ്, ലോഞ്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരിതാണ്. ഇത് പഠിച്ച് വെക്കുക എല്ലാവരും, ഇത് എഴുതിയെടുക്കുക കേട്ടോ. ഇനി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് നമുക്ക് നോക്കാം. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് റിസർച്ചും മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സും. ഐഡൻറ്റിഫൈ ദ കൺസ്യൂമർ വ്യൂസ് ആൻഡ് പ്രോഡക്റ്റ് നീഡ്സ്. അടുത്ത മാർക്കറ്റ് റിസർച്ച് വരുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് ഇൻറ്റു കൺസ്യൂമർ വ്യൂസ് ആൻഡ് പ്രോഡക്റ്റ് നീഡ്സ് വരും. ഇപ്പോൾ അടുത്ത പോയിൻ്റാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് പാക്കേജിങ് ഡെവലപ്മെൻറ്റ്. അടുത്തത് കൺസെപ്റ്റ്, വോളിയോമെട്രിക് ആൻഡ് പാക്കേജിങ് ടെസ്റ്റിംഗ്. അടുത്ത ടെസ്റ്റിംഗ് ദ പ്രോഡക്റ്റ്, കൺസ്യൂമർ യൂസേജ് റിസർച്ച്. അടുത്ത ബ്രാൻഡ് പൊസിഷനിങ് ആൻഡ് അഡ്വർടൈസിങ് ഡെവലപ്മെൻറ്റ്. അടുത്ത പ്രീ ടെസ്റ്റിംഗ് ഓഫ് ഇമേജ് ആൻഡ് അഡ്വർടൈസിങ് റിസർച്ച്. പ്രോഡക്റ്റ് ലോഞ്ച് ആൻഡ് പോസ്റ്റ് ലോഞ്ച് ഇൻ മാർക്കറ്റ് മോണിറ്ററിങ് ആണ് മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സ് വരുന്നത്. ഇനി അടുത്തത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് റിസർച്ച് നോക്കാം. ഈ ഒരു ഗ്രാഫ് സെയിൽസ്, പിന്നെ പർപ്പസ് മാർക്കറ്റ് റിസർച്ച്, എസ്റ്റാബ്ലിഷ് നീഡ്സ്, സ്റ്റിമുലേറ്റിംഗ് പ്രോഡക്റ്റ്, ഇംപ്രൂവിങ് പ്രോഡക്റ്റ് പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബേബിയാവും ഈ ഒരു സാധനം, പിന്നെ അത് വളർത്തുക, യൂത്ത് ആവുന്നു. പിന്നെ മെച്ചോറിറ്റി, എസ്റ്റാബ്ലിഷിങ് നീഡ്സ്, സ്റ്റിമുലേറ്റിംഗ് പ്രോഡക്റ്റ് ടേക്കപ്പ്, യൂത്ത് ആവുന്നു. ഇംപ്രൂവിങ് പ്രോഡക്റ്റ് പെർഫോമൻസ്, മെച്ചോറിറ്റി. പിന്നെ ഡിറ്റർമൈനിങ് ദ ഫ്യൂച്ചർ, ഓൾഡ് ഏജ്. അങ്ങനെ കുറേ മനുഷ്യൻ്റെ ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും, അതേപോലെ ലൈഫ്. അടുത്തത് നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്, നമ്മൾ ആ ഹെഡിങ് ആണ്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് റിസർച്ച് ഈസ് യൂസ്ഡ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഫ്രം ദ കൺസെപ്ച്വൽ സ്റ്റേജ് ത്രൂ ടു മെച്ചൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് സെർവ്സ് എ ഹോസ്റ്റ് ഓഫ് പർപ്പസസ് such as establishing needs, estimating likely demand, setting prices, shaping the specification of the product or determining optimal price points. അടുത്തത് market research can unleash potential opportunities for new products as well as rejuvenate existing products, perhaps by incorporating new features or finding new products. Given the costs involved in innovation, research and development and commercialization, as well as the cost incurred in maintaining an aging, weak product and product development, research provides a high return on investment. അടുത്ത പോയിൻ്റ് പറയുന്ന കഥയാണ് പ്രോഡക്റ്റ് ഡിസൈൻ സ്പെസിഫൈസ് ദ ഫങ്ഷൻ ടു ബി പെർഫോം, വിച്ച് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ്, ഡിറ്റർമൈൻസ് ദ ഡയമെൻഷൻ ആൻഡ് ടോളറൻസും ഉണ്ടാകുന്നു, ഡിഫൈൻസ് ദ അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഡിസൈൻസ് ഡീൽസ് വിത്ത് ഇറ്റ്സ് ഫോം ആൻഡ് ഫങ്ഷൻ. Form implies the shape and appearance of the product. Function is related to the working of the product. Objective of the product design. ഇത് മെയിനായി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ജനറേഷൻ ഇൻ ലോങ് ടേം. ടു അച്ചീവ് ദ ഡിസൈഡ് പ്രോഡക്റ്റ്. റെഡ്യൂസ് ഡെവലപ്മെൻറ്റ് ടൈം. റെഡ്യൂസിങ് കോസ്റ്റ് ടു ബി മിനിമം. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്. എൻഷുർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് മാനുഫാക്ചറബിലിറ്റി. അടുത്ത ഫാക്ടേഴ്സ് വരുമ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഫോംസ് ആൻഡ് ഫങ്ഷൻ, ടൈപ്സ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, വർക്ക് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, കോസ്റ്റ് പ്രൈസ് റേഷ്യോ, പ്രോഡക്റ്റ് ക്വാളിറ്റി, പാക്കേജിങ്. ഇത്രയും കാര്യങ്ങളാണ്. അടുത്തൊരു കളി നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ. അപ്പിയറൻസ്, പെർഫോമൻസ്, റിപ്പയറബിലിറ്റി, മോഡുലർ ഡിസൈൻ, redesigning capability, miniaturization, wires and tubing designed by computers, drawings and specification, simplification കാരണം ന്യൂമറിക്കലായിട്ട് ചെയ്യാം, സ്റ്റാൻഡേർഡൈസേഷൻ, പിന്നെ സ്പെസിഫിക്കേഷൻ, റിലയബിലിറ്റി, മെയിൻറ്റനബിലിറ്റി.
നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. സപ്ലൈസും R&Dയും കസ്റ്റമേഴ്സും ഐഡിയ ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഐഡിയ ജനറേറ്റ് കോമ്പറ്റീറ്റേഴ്സും വരും, മാർക്കറ്റിംഗ് കയറുന്നു. എന്നിട്ട് ആ പ്രോഡക്റ്റ് സർവീസ് കൺസെപ്റ്റ് സ്ക്രീനിങ് ഐഡിയ സ്ക്രീൻ ചെയ്യുന്നു. പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു. പെർഫോമൻസ് സ്പെസിഫിക്കേഷൻ, പ്രിലിമിനറി ഡിസൈൻ, ഫോം ഡിസൈൻ, ഇങ്ങനെ കുറേ കാര്യം, പ്രോഡക്റ്റ് ഡിസൈൻ, ഫങ്ഷണൽ ഡിസൈൻ ശ്രദ്ധിക്കുക, അങ്ങനെ കുറേ കാര്യം റിവൈസിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനും ഫങ്ഷൻ ഡിസൈനും വന്ന് പൈലറ്റ് റൺസ് ആൻഡ് ഫൈനൽ ടെസ്റ്റ്, ദ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്. ഇനി അടുത്ത സ്ക്രീനിങ് ഐഡിയാസ്. The purpose of screening ideas is to eliminate those ideas that do not appear to have high potential and so avoid the costs incurred at subsequent stages. അങ്ങനെ കുറേ കാര്യങ്ങൾ. To have a better evaluation of ideas, each of the dimension and the ideas are scored on 0 to 10 scale, and each dimension is attached weight as per these dimension and resulting aggregate score helps in deciding which idea to progress and which idea should be drop ചെയ്യുന്നു. അടുത്ത ഇനിഷ്യൽ സ്ക്രീനിങ് ഓഫ് ദ ഐഡിയാസ് ഈസ് ഡിസൈൻഡ് ടു സ്റ്റോപ്പ് ദ ഐഡിയാസ് വിച്ച് ആർ അൺസ്യൂട്ടബിൾ ഫോർ ഫർദർ കൺസിഡറേഷൻ. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാർക്കറ്റ് അനാലിസിസ്, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്, ടെക്നിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് അനാലിസിസ്, അങ്ങനെ ഫിനാൻഷ്യൽ അനാലിസിസ്, അതിനെ പറ്റിയൊക്കെ പറയുന്നു. ഇഫ് ദ സഫിഷ്യൻറ്റ് ഡിമാൻഡ് എക്സിസ്റ്റ് then there is an economic analysis that aims at establishing the production and development cost and compares them with estimated sales volume. Marketing analysis, technical analysis, financial analysis, economic and environmental analysis. നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് അനാലിസിസ് വരുമ്പോൾ analysis of customer demand pattern for the product and the proposed market share, competition analysis, order winner and qualifiers, sales volume and price, technical analysis varum product and process technology selection, degree of match with existing products, capacity need and process investment, financial analysis, product profitability, capital outlay and cash flow, return on investment, economic and environmental analysis, cost benefit ratio, social cost benefit analysis, effect on environment pollution, green technology and green products. Feasibility study നമുക്കൊന്ന് നോക്കിയാലോ. The profit potential of the product can be studied using quantitative techniques such as cost benefit analysis, decision theory, net present value, NPV, net present value NPV, internal rate of return IRR. The risk analysis is also carried out. ഈ രണ്ട് ടേമും ആരും മറക്കരുത്, NPVയും IRRും. Finally, technical and strategic analysis is concerned with technically viability of the product with respect to technology, process of manufacture and availability of materials. Performance specifications are written for product concepts that pass the feasibility study and are approved for development. ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയാണ് ഒരു സാധനം കൊണ്ട് അപ്രൂവ് ചെയ്ത് വരുന്നു, എല്ലാം നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട്. അടുത്ത പ്രിലിമിനറി സ്റ്റേജ് വരുമ്പോൾ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് പ്രിലിമിനറി ഡിസൈൻ ഇൻവോൾവ് ബിൽഡിംഗ് എ പ്രോട്ടോടൈപ്പ്, ഒരു പ്രോട്ടോടൈപ്പ്, പിന്നെ ടെസ്റ്റിംഗ് ദ പ്രോട്ടോടൈപ്പ്, റിവൈസിങ് ദ ഡിസൈൻ, റീടെസ്റ്റിംഗ് ദ ആൻഡ് സോ ഓൺ അണ്ടിൽ എ വിയബിൾ ഡിസൈൻ ഈസ് ഡിറ്റർമൈൻഡ്. Design incorporates both form and function.
അടുത്ത ഫോം ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫോം ഡിസൈനും പ്രോഡക്റ്റ് ഡിസൈനും പറയുന്ന ഫോം ഡിസൈൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി പറയാം. ഇറ്റ് ഷേപ്പ്, സൈസ്, കളർ, അങ്ങനെ സ്റ്റൈലിംഗ്, എസ്തെറ്റിക് ആസ്പെക്ട്സ് സച്ച് ആസ് ഇമേജ്, മാർക്കറ്റ് അപ്പീൽ, സ്പെഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ, ഫിനിഷ് വിൽ ഓൾസോ ഫോം എ പാർട്ട് ഓഫ് ദ ഫോം ഡിസൈൻ. പ്രൊഡക്ഷൻ ഡിസൈൻ ഈസ് കൺസേൺഡ് വിത്ത് ഹൗ ദ പ്രോഡക്റ്റ് വിൽ ബി മെയ്ഡ്. Design which are difficult to make result in poor quality products. During the design stage itself the manufacturing aspect should be considered. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ വെച്ച് ഈ ഒരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ തുടങ്ങി വെച്ചു. Thank you very much.